ഇരക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇര തന്നെ രംഗത്ത് വരികയാണ്. കോടതി വിധിയിൽ എനിക്ക് വിശ്വാസമില്ല, ഇത് ഇങ്ങനെയേ നടക്കൂ എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു എന്നാണ് ഇര പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അങ്ങനെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ഈ വിധിയിൽ ഒരു താല്പര്യവും ഒരു തൃപ്തിയും വന്നില്ല എങ്കിൽ CBI കൊണ്ട് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഈ ഇരയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് നിന്നുകൂടെ എന്നുള്ളതാണ്. ദിലീപും ആവശ്യപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ കേസ് CBI കൊണ്ട് അന്വേഷിക്കാൻ കഴിയുമോ, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ, അത് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾക്കും ആരും ഒന്നും വേണ്ടിയില്ല. ഇരക്ക് നീതി കിട്ടിയില്ല എന്ന് ഇര തന്നെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇരയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന സർക്കാർ പോലും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുകയും CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. 8ാം പ്രതിയായ ദിലീപിനെ പുറത്തുവിടുന്നതിനെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആള് പറഞ്ഞു ഇത് CBI കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഇവിടെയുള്ള ആളുകൾ കാണുന്നില്ല. ഇവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരുപാട് ചാനലുകൾ ഇരുന്നിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിജീവിതയുടെ വക്കീലും വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ ഇവിടെ കരഞ്ഞുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോ കോടതിയുടെ മുന്നിൽ നമുക്കൊന്നും ജയിക്കാൻ കഴിയില്ല. കോടതിക്ക് വേണ്ടത് എന്താ? തെളിവുകളാണ്. ഇവിടെ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവും കോടതിക്ക് സമർപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾ 101% എല്ലാ കൃത്യമായ തെളിവുകളും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ തെളിവുകളൊക്കെ വളരെ ബാലിഷമാണ് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പൾസർ സുനിയും ദിലീപും തമ്മിൽ വലിയ ബന്ധമായിരുന്നു എന്നുള്ളത്, അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനർത്ഥം ഇയാൾ കുറ്റക്കാരനല്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരയുടെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ എന്തിനാണ് എല്ലാവരും ഒരു മുൻവിധിയോട് കൂടിയിട്ട് ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നത്? ഇവിടെ പൾസർ സുനി എന്ന് പറയുന്ന 1ാം പ്രതി തന്നെ ഈ നടിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊരു കൊട്ടേഷനാണ്, ഒരു മേഡൻ തന്ന കൊട്ടേഷനാണ് എന്നുള്ളത്. ഈ കാര്യം നമ്മളാരും പറയുന്നതല്ല, ഇത് ഇര തന്നെ ആദ്യ മൊഴി എന്ന രീതിയിൽ പോലീസിന് കൊടുത്തതാണ്. ഇത് സുനി സമ്മതിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പിന്നെ ഇരയുടെ വക്കീൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലിരുന്ന് പറയുന്നുണ്ട്, സുനിയുടെ കയ്യക്ഷരമല്ല ഇത് എന്ന് കോടതി പറഞ്ഞു എന്നും ഒരു ക്രിമിനലിന് ഇത്ര നല്ല കയ്യക്ഷരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നും അതുകൂടാതെ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം സുനി എഴുതിയതാണ് ആ കത്ത് എന്ന് കണ്ടെത്തിയു എന്നുള്ളതാണ്. എന്നാൽ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഫോറൻസിക് വിദഗ്ധര് ഇത് സുനി എഴുതിയത് അല്ല എന്നും ഇത് ആരാണ് എഴുതിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും തിരുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. ഞാൻ പരമാവധി അത് എല്ലാ സോഴ്സുകൾ വഴിയും അന്വേഷിച്ചു. അതിൽ ഇത് സുനിയുടെ കയ്യക്ഷരമല്ല എന്ന് മനസ്സിലാവുകയും അതുകൂടാതെ വിപിൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്നെ കൊണ്ട് പോലീസുകാർ നിർബന്ധിപ്പിച്ച് എഴുതിച്ചതാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വാദങ്ങൾ അങ്ങ് പൊള്ളിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ളതാണ്. കോടതിക്ക് വേണ്ടത് സങ്കടമോ കണ്ണുനീരോ അല്ല, അവിടെ വേണ്ടത് തെളിവാണ്. ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കോടതി വിധി പറയണമെങ്കിൽ നമ്മൾ അത്ര കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അത്രക്ക് ദൃഢമായിട്ടുള്ള തെളിവുകൾ കൊടുക്കണം. ഇവിടെ ബൈജു പൗലോസ് കൊടുത്തിട്ടുള്ള തെളിവുകൾ, അദ്ദേഹം കണ്ടെത്തിയ എല്ലാ കണ്ടെത്തലുകളും കോടതി തള്ളിക്കളയുകയാണ് എന്നുള്ളതാണ്. പലതും ഒരാളെ കൊടുക്കാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതുപോലെയാണ് എന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. പഴയ എൻ്റെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുള്ളതാണ്. പിന്നെ ഞാൻ ദിലീപിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ഇവിടെ വിധി പകർപ്പിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇതേ അഭിപ്രായം പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ എല്ലാവരും നിങ്ങൾ ദിലീപിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വീഡിയോ ചെയ്യുകയാണെന്ന് ഒരിക്കലും പറയരുത്. കാരണം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഒന്ന് തണുത്തിട്ടുണ്ട്. കാരണം എന്താ? വിധി പകർപ്പ് അവരുടെ കൈകളിൽ കിട്ടി. ഇവിടെ ദിലീപിനെതിരെ കോടതിയിൽ കൊടുത്ത തെളിവുകളൊന്നും വില പോയില്ല. അതൊക്കെ തള്ളിക്കളയുന്ന അവസ്ഥയാണ്. ഈ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുക. എന്നതിന് ശേഷം കൃത്യമായിട്ട് പൾസർ സുനി എന്താണെന്നും ഇതിന്റെ പിന്നിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്. പ്രോസിക്യൂഷൻ ആരോപണം ഉന്നയിച്ച ദിലീപിനെതിരെ കാര്യമായി യാതൊരു തെളിവുകളുമില്ല, അല്ലെങ്കിൽ ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിവുകളൊന്നും തന്നെ സംശയദേശമന്യെ സ്ഥാപിക്കാൻ എങ്ങും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ വെച്ച് കണ്ടു എന്നും സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും തന്നെ പ്രോസിക്യൂഷന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയ മൊഴിയുണ്ടായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച്, വീടിന് സമീപത്ത് വെച്ച് 2017 ജനുവരി മാസത്തിൽ ഈ പറയുന്ന പൾസർ സുനിയെ കണ്ടു എന്ന് പറയുന്നത്
പറയുന്നത് ഇവയൊന്നും തന്നെ ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഗൂഢാലോചന എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് എവിഡൻസ് ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, ഈ പ്രതിയുടെ സാന്നിധ്യം ദിലീപ് ഉണ്ടായിരുന്ന പല ലൊക്കേഷനുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട്. പ്രതിയും ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്, അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതിയായ ദിലീപും തമ്മിൽ ഈ സ്ഥലങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഈ ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമാക്കാനോ ഈ ഗൂഢാലോചനയിൽ ചാർജ് ചെയ്യാനോ ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് സംശയലേശമന്യെ സ്ഥാപിക്കാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നതും ഈ ഉത്തരവിലൂടെ. ഓക്കെ, ഇപ്പൊ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് തണുത്തു. എന്താണ് വിധി പകർപ്പ് എന്ന് എല്ലാവരുടെയും കയ്യിലും കിട്ടി. ഇനി ഈ മലയാളികളെ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മലയാളികളൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത കേട്ടിട്ടാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതൊരു ബസ്സിൽ പറക്കും തളിക എന്ന സിനിമ ഇട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു വഴക്കുണ്ടായതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതെന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ മുന്നിലും ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് എത്തിച്ചു, മാധ്യമങ്ങൾ തന്നെയാണ് അത് എത്തിച്ചത്, ഒരു കേസ് തെളിയുന്നതിന് മുന്നേ തന്നെ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് ദിലീപിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇത് ശരിയായ നടപടിയായിട്ട് തോന്നിയോ? കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷെ ആ ഒരു ചോദ്യം പോരെ. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടല്ല, ഏതൊരു റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയോ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്ത് അവിടെ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ആ ഒരു കണ്ണിലാണ് കാണുന്നത്. ആ നടി അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യാൻ ഇട്ടുകൊടുത്തു, ഗൂഢാലോചന നടത്തിയത് ദിലീപാണ് എന്ന രീതിയിലാണ്. മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ വിധി പകർപ്പിന് എതിരായിട്ട് വിരുദ്ധമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ നിൽക്കും. കാരണം ഇവിടെ വേണ്ടത് തെളിവുകളാണ്. ഇവിടെ തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദിലീപ് മലയാള സിനിമയെ അടക്കി വാഴുന്ന ഒരു കാലമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ഒരുപാട് വെറുപ്പും വിദ്വേഷവുമുള്ള ദേഷ്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ചെയ്തതാണോ ഈ പണി എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദിലീപ് അഭിനയിച്ച സിനിമകൾ നിങ്ങൾ ഇന്നു മുതൽ കാണില്ല എന്നൊക്കെ തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ് എന്നുള്ളതാണ്. ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദിലീപ് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ അന്നമാണ് ഒരു സിനിമ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു കലാസൃഷ്ടിയാണ്. റിയൽ ലൈഫും ആ സിനിമയും തമ്മിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്നൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി നേരെ നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. ഈ പൾസർ സുനി പറയുന്ന വാക്കുകളൊക്കെ അങ്ങ് വെള്ളം മിണുങ്ങുന്ന പോലെ എല്ലാവരും മിണുങ്ങും എന്ന് പറയുന്നത് വലിയ മണ്ടത്തരാണെന്നുള്ളതാണ്. ഇവിടെ അഭിഭാഷക പറഞ്ഞത് പൾസർ സുനി പറയുന്ന വാക്കുകൾ നമ്മൾ എടുക്കണം എന്നുള്ളതാണെങ്കിൽ 2011 ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഇയാൾക്കുണ്ട്. 2011 നിർമ്മാതാവിന്റെ ഭാര്യയായ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 2017 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് നിലവിൽ ആൾക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ്. മലയാള സിനിമയിലെ ഒരു നിർമ്മാതാവിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ഒരു കേസ്. പിന്നെ മറ്റൊരു കേസ്, ഒരു പ്രമുഖ നടനെ തൃശ്ശൂരിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിലും പൾസർ സുനി ഉൾപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പണത്തിന് വേണ്ടിയുള്ള ഭീഷണിപ്പെടുത്തലായിരുന്നു ഇതിന് പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ കാര്യമാണ്, ഒന്നാമത് ഒരു സ്ത്രീയെ, രണ്ടാമത് ഒരു നടനെയാണ്, പ്രമുഖ നടനെ എന്നാണ് പറയുന്നത്. നടന്റെ പേര്, വിവരങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ പേര്, വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൂടാതെ ഈ 2011 കേസ് എറണാകുളം മേഖലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെയും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും പണം തട്ടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കേസ് എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാള്, അയാളുടെ വാക്കുകൾ നമ്മൾ എങ്ങനെ മുഖവിലക്കെടുക്കും എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന പൾസർ സുനി തന്നെ ആദ്യം കൊടുത്ത മൊഴിയുടെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ളതിനുള്ള ഉത്തരമാണ്. ആക്രമണ സമയത്ത് സുനി അതിജീവിതയോട് നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇതൊരു മാഡം തന്ന കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞതായിട്ട് അതിജീവിത പിന്നീട് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി നൽകിയത് അതിജീവിതയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണിത്, ഒരു മാഡം തന്ന കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞത്. ഇനി ഇരയുടെ മൊഴി അന്നെന്താ വെച്ചാൽ, ഈ സംഭവം കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് അതിജീവിതയുടെ ആദ്യ മൊഴിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമായിരുന്നു. ഗൂഢാലോചനയുടെ സാധ്യതയിലേക്ക് അന്വേഷണം നീളാൻ ഈ മൊഴി കാരണമായി. പക്ഷെ ഇവിടെ നടി ആവശ്യപ്പെടുന്നത് 8-ാം പ്രതിയെ വിട്ടത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പൾസർ സുനിയെ ഒക്കെ
തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല എന്നൊരു കാര്യമാണ്. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ വലിയ ശിക്ഷ കിട്ടണം തന്നെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഒരിക്കലും അവരെ ന്യായീകരിക്കില്ല. കാരണം അമ്മാതിരി ബോൺ ക്രിമിനൽസിനെ തന്നെയാണ് ഇപ്പോ ജയിലിൽ അടച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ മാഡം ആരാണ് എന്നുള്ളത് നടിക്ക് വലിയ സംശയമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ഈ രീതിയിൽ സംസാരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ആ മാഡത്തിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്ന് കൃത്യമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ മാഡത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പൾസർ സുനിയുടെ കൂട്ടുകാരിയാണ് എന്നും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു, ഒഴിവാക്കുന്നു. ഇത്രേ ഉണ്ടായുള്ളൂ. എന്നാൽ ഒരു കത്ത്, ഒരു ഊമക്കത്ത്, അത് ജയിലിൽ കിടക്കുന്ന ആളുകൾ തന്നെ എഴുതിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജയിലിൽ നിന്നൊരു കത്ത് എഴുതുകയും ആ കത്ത് ജയിലിലുള്ള ഒരു ഉദ്യോഗസ്ഥനും വായിക്കാതെ നേരെ ദിലീപിന്റെ കൈകളിലേക്ക് എത്തി എന്നുള്ളതാണ്. കൊള്ളാം. എന്ത് വിശ്വസിക്കാൻ കഴിയുന്ന വാക്കുകളും കഥകളൊക്കെയാണല്ലേ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയാനാണ്. കോടതിയുടെ കണ്ടെത്തൽ എന്താണെന്ന് പറയാം. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന വിധിന്യായത്തിലും പൾസർ സുനി ഒരു സ്ത്രീയോട് സംസാരിച്ചു എന്നും ഈ വ്യക്തിയെക്കുറിച്ച് പോലീസ് കാര്യമായി അന്വേഷിച്ചില്ല എന്നും കോടതി വിമർശനം ഉന്നയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് സുനി പറഞ്ഞ മാഡം എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ബലപ്പെടുത്തി. ഇത് കോടതിയുടെ കണ്ടെത്തലാണെന്നുള്ളതാണ്. അതുകൊണ്ട് സുനി പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരോടോ കോടതിയിലോ പറഞ്ഞ മൊഴിയല്ല, മറിച്ച് അതിക്രമം നടക്കുന്ന സമയത്ത് ഇരയോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഈ മാഡം, കൊട്ടേഷൻ എന്ന വാക്കുകളൊക്കെ എന്നാണ് പറയുന്നത്. ആരാണ് മാഡം? അങ്ങനെ ഒരു മാഡം ഉണ്ട് എന്ന് ഇര തന്നെയാണ് ഇങ്ങനെ ഒരു സമയത്ത് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ മാഡത്തിലേക്ക് അന്വേഷണം പോകണ്ടേ? ദിലീപ് എന്തായാലും മാഡം അല്ലല്ലോ. ദിലീപിനെ മാഡം എന്നല്ല, സാർ എന്നാണല്ലോ വിളിക്കല്ലേ. ഇനിയിപ്പോ മായാമോഹിനി വേഷം കെട്ടി നിൽക്കുന്ന സമയത്താണോ കണ്ടേ ചോദിക്കണെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞു വരുന്നുള്ളതാണ്. ഇപ്പൊ പൾസർ സുനി കൊടുത്ത മൊഴികളിൽ ദിലീപുമായിട്ടുള്ള ബന്ധം അത് ഫുള്ളായിട്ട് കോടതി തന്നെ തള്ളുകയാണ്. അത്ര ബാലിഷമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ്. അടുത്തത് വലിയൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലാലിന്റെ വാഹനമാണല്ലോ, ലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ വാഹനമാണല്ലോ ഈ നടിയെ പിക്ക് ചെയ്യാൻ പോയത് എന്നുള്ളതാണ്. പിന്നെ ലാല് തന്നെ പറയുന്നുണ്ട്, എൻ്റെ മകന്റെ സിനിമയുടെ ഭാഗമായിട്ടല്ല അന്ന് ഈ സ്ത്രീ വന്നത് അല്ലെങ്കിൽ നടി വന്നത് എന്നുള്ളതാണ്. പക്ഷെ ഹണീബി 2ന്റെ ഡബിങ്ങിന് വന്നതാണ് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഗൂഗിളിലാണെങ്കിലും അന്നത്തെ വാർത്തകൾ പരിശോധിച്ചാലും ഹണീബി 2 എന്ന സിനിമയുടെ ഡബിങ് കഴിഞ്ഞ് തിരിച്ച് തൃശ്ശൂരിലുള്ള ഒരു സിനിമ സെറ്റിലേക്ക്, അതായത് ഫ്രൈഡേ ഫിലിംസ് അങ്ങനെ വിതരണം ചെയ്യുന്ന ഏതോ ഒരു സിനിമയുടെ പേര് അറിയാം, പക്ഷെ അത് പറയുന്നില്ല. ആ ഒരു സിനിമയുടെ ഷൂട്ടിന് വേണ്ടി പോണ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കാറുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയം നമുക്ക് തീർക്കാം. വാഹനത്തിന്റെ RC ഉടമസ്ഥത ലാലിനോ അദ്ദേഹവുമായി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിനോ ആയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് എന്താ വെച്ചാൽ, ലാൽ ഈ കേസിൽ ഒരു സാക്ഷി മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാ പറയുന്നത്. അന്വേഷണം നടന്നു എന്നുള്ളൊരു കാര്യമാണ് ജമിനി ചേച്ചി പറയുന്നത് കേട്ടോ. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. മാർട്ടിന്റെ പങ്ക്, അതായത് ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി ആയിരുന്നു. കൊട്ടേഷൻ ടീമിന് വിവരങ്ങൾ നൽകിയതും ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ മാർട്ടിൻ, ഈ ഒരു ക്രിമിനൽ, ഈ വാഹനത്തിന്റെ ഡ്രൈവറായി വരുന്നത്? ഇവിടെ ലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ, അതായത് പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അയാളുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അതിൽ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെ വിട്ടുകൊടുക്കുന്ന വാഹനം എന്നാ പറയുന്നത്. ഇത് നടിയെ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വാഹനം ഉപയോഗിച്ചത്. ലാൽ അറിഞ്ഞില്ല എന്നാ പറയുന്നത്. ഓക്കെ, സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ലാലിന്റെ വാഹനം വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്തത്. നടിയെ ഉൾപ്പെടുത്തിയിരുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ മറ്റ് സിനിമാ നിർമ്മാണ അധികൃതരോ ആവാം ഈ വാഹനം വാടകയ്ക്ക് എടുത്തതും അതിന്റെ ഡ്രൈവറായി മാർട്ടിൻ ആന്റണിയെ നിയമിച്ചതും. മാർട്ടിൻ സിനിമയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് കീഴിൽ നടിയുടെ യാത്രാ ആവശ്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട ഒരു സാധാരണ ഡ്രൈവർ മാത്രമായിരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഒക്കെയാണ് സിനിമക്കകത്ത് മൊത്തം കിടക്കുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, വാഹനം തട്ടുന്നതും ഇടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. പക്ഷെ രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് പോകാനാണ് ഈ വാഹനത്തിൽ കയറിയത് എന്ന രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നടിയെ ആക്രമിച്ച ദിവസം രാത്രി അതിജീവിത കാറിൽ സഞ്ചരിച്ചത് ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് അടുത്ത സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴാണ്. എറണാകുളം നഗരത്തിലെ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് തൃശ്ശൂരിലെ ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള യാത്രക്കിടെ രാത്രി ഏകദേശം 10:30ഓടെയാണ് വാഹനം തടയപ്പെടുകയും അതിജീവിത ആക്രമിക്കപ്പെടുകയും ചെയ്തത്. ആക്രമണം അവസാനിച്ചതിന് ശേഷമാണ് കേട്ടോ പൾസർ സുനിയും സംഘവും വാഹനം ഉപേക്ഷിച്ച ശേഷം നടി തന്റെ ഡ്രൈവറായിരുന്ന മാർട്ടിൻ ആന്റണിയുമായി വാഹനം ഓടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാർട്ടിൻ പിന്നീട് വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ അഭയം എന്ന രീതിയിൽ
ഭയം കാരണം ആരും അറിയാതെ ആദ്യം ഏറ്റവും വിശ്വസ്തമായ സുഹൃത്തിന്റെ സഹായം തേടാനായി രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് പോയി. അത് ലാലിന്റെ വീട്ടിലല്ല, രമ്യ നമ്പീശന്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. എന്നാൽ രമ്യ നമ്പീശന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് അടുത്ത സഹായത്തിനായി നടനും സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള ലാലിന്റെ വീട്ടിലേക്ക് പോകുന്നത്. കൊള്ളാം. ഈ ഒരു കാര്യങ്ങളൊന്നും ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. രമ്യ നമ്പീശന്റെ പേര് വിപിൻ ലാൽ എന്ന് പറയുന്ന ഈ ക്രിമിനൽ തന്നെ പറയുന്നുണ്ട്. മഞ്ജു വാര്യർ രമ്യ നമ്പീശനൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ദിലീപിനെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കൊരു കണക്ഷനും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ രമ്യ നമ്പീശൻ ആ ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളത് അത് ഇര തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ പുറത്തെവിടെയോ പോയതാന്നുള്ളത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പി ടി തോമസ് MLA ഇടപെടലുകൾ, ലാല് ബെഹ്റയെ വിളിച്ചു പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. ഇനി ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ കോടതിയുടെ വിധിപ്പകർപ്പ് കേട്ടിരുന്നോ, കണ്ടിരുന്നോ? ആരെങ്കിലും ഈ വിധിപ്പകർപ്പിന്റെ കൃത്യമായ വിശകലനം ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആകെ ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും ദിലീപിനെ ഫേവർ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അത് വിധിപ്പകർപ്പ് കൃത്യമായി നോക്കി അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഈ കോടതിയുടെ വിധിപ്പകർപ്പിലുണ്ട് എന്നുള്ളതാണ്. അതായത് ബാലിശമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുകയാണ്. ഒരു സിമ്പിൾ തെളിവുകൾ ഏതൊരു വ്യക്തിക്കും അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് പൾസർ സുനിയും ദിലീപുമായിട്ടുള്ള ബന്ധം അവർ തുടങ്ങുന്നത് 2013 എന്നുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് വെച്ചാല്, ദിലീപ് താമസിക്കുന്ന ആ ഒരു റിസോർട്ടിന് താഴെ ഒരു അടി ഉണ്ടാവുന്നു, അവിടെയുള്ള ലോക്കൽസ് തമ്മിൽ തല്ലുണ്ടാവുന്നു, വലിയ പ്രശ്നം നടന്നപ്പോൾ സിനിമ ഷൂട്ടിങ്ങിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ പൾസർ സുനി ഇടപെട്ടിട്ട് രമ്യമായ രീതിയിൽ ഇത് പരിഹരിച്ചപ്പോൾ ദിലീപിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വെൽഡൻ ബോയ്, വെൽഡൻ വാ എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടി എന്നാ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു തല്ല് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പൾസർ സുനി അതിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. അവിടെയുള്ള ലോക്കൽ പോലീസ് വന്നിട്ടാണ് അത് പരിഹരിച്ചത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാം. പക്ഷെ സുനി അത് പരിഹരിക്കുന്നു. സുനിക്ക് പാരിതോഷികം 650 രൂപ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാണ്? സൗണ്ട് തോമ എന്ന സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളുടെ പേര് സുനി എന്നായിരുന്നു. എല്ലാവർക്കും പണം കൊടുത്തതിന്റെ ഭാഗമായിട്ട്, സിനിമയിൽ അഭിനയിച്ച ആളുകൾക്ക് പൈസ കൊടുത്തതിന്റെ ഭാഗമായിട്ട് കൊടുത്ത 650 രൂപയുടെ റെസിപ്റ്റും വെച്ചുകൊണ്ട് പറയാണ് ആ ഒരു ദിവസം ദിലീപിനെ സഹായിച്ചത് കൊണ്ട് 650 ഉലുവ കൊടുത്തു എന്നുള്ളത്. അപ്പൊ തന്നെ കോടതി ഇത് നിങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് ചോദിക്കുന്നു. തല താഴ്ത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ പോലീസ് സാറിന് വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പല കാര്യങ്ങളും അങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പൊ മെമ്മറി കാർഡ് ആക്സസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്മറി കാർഡിലെ വീഡിയോസിന് ഒരു തരത്തിലുള്ള മാറ്റവും വന്നില്ല എന്നുള്ളത് ഫോറൻസിക് റിപ്പോർട്ടാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം. ആ തെളിവുകൾ കൊടുത്ത് അയാളെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നുള്ളതാണ്. പക്ഷെ നടിക്ക് നീതി കിട്ടിയില്ല എന്ന് നടി പറയുമ്പോൾ നടി ആവശ്യപ്പെടേണ്ടത്, നടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പെടേണ്ടത് ദിലീപ് ആവശ്യപ്പെട്ടതുപോലെ ഇതൊരു CBI അന്വേഷണത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. വേറെ ഒരു സാധ്യതകൾ ഇവിടെ കാണുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇതേ തെളിവുകളുമായിട്ട് പോകേണ്ടി വരും. പുതിയ തെളിവുകൾ പിന്നെ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ്. പുതിയ തെളിവുകൾ ഏത് രീതിയിൽ ഉണ്ടാക്കുന്നതിന് മനസ്സിലാവുന്നില്ല. ഓൾറെഡി ഇവിടെ ഇപ്പോ ഈ ഹാഷ് വാല്യൂ നഷ്ടപ്പെട്ടുള്ള മെമ്മറി കാർഡ്, ഇനി അത് എവിടെ കൊണ്ടുപോയാലും അതേ നിലപാട് തന്നെയല്ലേ കോടതി എടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ അതിജീവിതക്ക് ഈ ജഡ്ജിയെ മാറ്റണം എന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരു അതിജീവിതയോട് വക്കീലന്മാർ ചോദിക്കുന്ന അല്ലെങ്കിൽ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ കോടതി പ്രൊസീജിയേഴ്സ് ആണത്. ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ അതിജീവിത പോയപ്പോൾ കോടതി അതിനെ എതിർക്കുകയാണ് ചെയ്തെന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാർ വിചാരിക്കുകയാണ് അതിജീവിതക്ക് ഈ വിധി മുൻകൂട്ടി അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. എടോ, നമ്മൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്, ഇവിടുത്തെ നിയമങ്ങളൂടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ഭാഗ്യലക്ഷ്മി ഒക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര വൈകാരികമായി സംസാരിക്കുന്നതാന്നുള്ളതാണ്. ഈ വൈകാരികത ഒരിക്കലും കോടതിക്ക് തെളിവായിട്ട് കൊടുക്കാൻ കഴിയില്ല. ഇവിടെ വേണ്ടത് എന്താ? കൃത്യമായ ഡാറ്റയാണ്. കൃത്യമായ ഡാറ്റ, ദൃക്സാക്ഷികളോ, ഇപ്പോ CCTV ക്യാമറ ആ ഫുട്ടേജ് ആണെങ്കിൽ ആ ഫുട്ടേജും ആ ഫുട്ടേജ് എടുത്ത ഹാർഡ് ഡിസ്കും വേണം. ഇനിയിപ്പോ ശബ്ദം നമ്മൾ റെക്കോർഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത ഡിവൈസും കൂടി അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. ഇതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലിന് കൃത്യമായിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ എത്ര കാര്യങ്ങൾ പൊളിച്ചടക്കി. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. തെളിവുകളുടെ അഭാവത്തിൽ തന്നെയാണ് ദിലീപിനെ ഒഴിവാക്കി കൊടുത്തിട്ടുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.
തെളിവുകൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും മേൽക്കോടതിയിൽ അത് കൃത്യമാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്നുള്ളതാണ്. ഇവിടെ പൾസർ സുനിയും മറ്റുള്ള ആളുകളും നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്, ഞങ്ങളെ ശിക്ഷ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനൊന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അതിജീവിതം അനുഭവിച്ച കാര്യങ്ങൾ ഇവിടെയുള്ള മലയാളികൾക്ക് മുഴുവൻ അറിയാമെന്നുള്ളതാണ്. അവർ കൃത്യമായ മൊഴി കൊടുത്തതാണ്. അതിൽ നിന്നും അവർക്ക് മറ്റുള്ള രീതിയിലുള്ള രക്ഷപ്പെടലുകൾക്ക് സാധ്യമല്ല എന്ന കാര്യം അറിയാം. പക്ഷെ 8ാം പ്രതിയിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ ആ മേടത്തിലേക്കും കൂടി നിങ്ങളൊന്ന് വിരൽ ചൂണ്ടണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു, വീണ്ടും അതിജീവിതക്കൊപ്പം എന്ന് പറയുന്നുണ്ട്. ഈ അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് CBI കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ അടുത്തേക്ക് എത്തുക, ശുപാർശയുമായി ചെല്ലുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അല്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് ഒരു മനുഷ്യനും ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ ഇന്ത്യൻ നിയമം അങ്ങനെ തന്നെ പറയുന്നത്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള വാക്ക് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദിലീപിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിധിപ്പകർപ്പ് ഒന്ന് നോക്കുക. അത് വായിക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാവും നിങ്ങൾ ദിലീപിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. എന്തുവാ ഞാൻ പറയാനാ? വിധിപ്പകർപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ വിധിപ്പകർപ്പ് നാളെ മാറുകയാണെങ്കിൽ അത് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ധ്യ ഇവിടെ സൈനിങ് ഓഫ്.